അത്രയല്ല. അതിൻ്റെ പേരിൽ തമ്മിത്തല്ലാനോ വഴക്കിടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനോ ഒന്നും ഞങ്ങളാരും പോകില്ല. ഞങ്ങളുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, 100-ലധികം സീറ്റുമായി തിരിച്ചു വരിക. മുന്നണി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കം അധിക സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. ഈ കാര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അവരാരും അധിക സീറ്റുകളോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ഞങ്ങളുടെ മീതെ ഇതുവരെ ചെലുത്തിയിട്ടില്ല. അവരെല്ലാം കാര്യങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളവരാണ് എല്ലാ ഘടകകക്ഷികളും. സാധിക്കില്ല തങ്ങളും പി കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട്, ഞങ്ങൾ UDF ഉന്നയിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും. ഇപ്പോൾ കോൺഗ്രസ് KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ KPCC പ്രസിഡന്റും അതല്ലേ പറയുള്ളൂ, ഞങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചർച്ചകളിലൊക്കെ എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ഇത് കാരണം എല്ലാവരും ഒരേ വാശിയിലാണ്. സീറ്റ് വിഭജനം കീറമുട്ടിയാകില്ല, ഒരിക്കലും ആവില്ല, ഒരു ചർച്ച പോലും ആവില്ല വേറെ തരത്തിൽ. ഈ കോൺഗ്രസിലെ സീറ്റ് ചർച്ചകളിലും MP മാർ മത്സരിക്കണമെന്നൊക്കെ അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ വിശദമായ ആ ചർച്ചയിലേക്ക് പോയിട്ടില്ല. AICC സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനും കമ്മിറ്റി അംഗങ്ങളും ഉടനെ എത്തും. അവരെല്ലാ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തും. ഞങ്ങൾ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തും. ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കും. അതിലേക്കൊന്നും പോയിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു വിവാദം കോൺഗ്രസിനകത്തുണ്ടെന്നുള്ളതാണ് ഒരു പ്രചരണം. ആവശ്യത്തെ എങ്ങനെയാണ്? അത് വളരെ തെറ്റായ പ്രചരണമാണ്. ഞങ്ങൾക്കെല്ലാം പരസ്പരമായ ധാരണയുണ്ട്. ജയിക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള പ്രശ്നം. അതിനുശേഷം AICC ആണ് ദേശീയ നേതൃത്വം, ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൽ ആ നടപടിക്രമം അനുസരിച്ച് ഒരാൾ വരും, അത്രയല്ല. അതിൻ്റെ പേരിൽ തമ്മിത്തല്ലാനോ വഴക്കിടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനോ ഒന്നും ഞങ്ങളാരും പോകില്ല. ഞങ്ങളുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, 100-ലധികം സീറ്റുമായി തിരിച്ചു വരിക. ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു എണ്ണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടോ? എത്ര സീറ്റുകളെന്ന്? 100-ലധികം സീറ്റിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. കോൺഗ്രസിനെ കുറിച്ചാണെങ്കിൽ കോൺഗ്രസ് അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം. ഞാനിതൊരു ഇലക്ഷൻ ഘട്ടത്തിൽ സാധാരണ പറയാറുണ്ടല്ലോ, അപ്പോൾ പറയാം. തീർച്ചയായും വലിയ ആത്മവിശ്വാസമാണ് ഈ ലക്ഷ്യ ലീഡേഴ്സ് ക്യാമ്പ് നൽകുന്നത്. അത് കൃത്യമായി തന്നെ 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, വയനാട്.